നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാമെന്ന് AYF രക്തസാക്ഷി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P. ബാലചന്ദ്രൻ MLA. ചാരിറ്റിയുടെ മറവിൽ 22 ലക്ഷം രൂപ തട്ടിച്ച കോഴിക്കോട് സ്വദേശി ലത്തീഫിനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് പിടികൂടി. മരോട്ടിച്ചാൽ AUP സ്കൂൾ 70ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി കിങ്ങിണി ഷിജോ പിടിയിലായി. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AYF തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ക്യാമ്പയിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സിജോ പുറത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സിബി ജോർജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി GM അഖിൽ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി T. ഗോപിദാസ്, AYF മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സ്വാതി രഞ്ജിത്ത്, ട്വിങ്കിൾ മുരളീധരൻ, ASF മണ്ഡലം സെക്രട്ടറി അരവിന്ദ് ബാലചന്ദ്രൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. രാജേഷ് SR മാനവ സൗഹാർദ്ദ പ്രതിജ്ഞ ചൊല്ലി. ശലഭ ഗോപിനാഥ് നന്ദി പറഞ്ഞു. വളരെ കാര്യമായ ചലനം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഗാന്ധി സ്മരണ പുതുക്കുന്ന ഈ ദിവസം ഇന്ത്യയിൽ മൂല്യവത്തായ ഒരു രാഷ്ട്രീയത്തിന്റെ പുനരവതാരത്തിനു വേണ്ടി നമ്മുടെ കഴിഞ്ഞ കോൺഗ്രസ് വിശാഖപട്ടണത്ത് വെച്ച് ചേർന്നപ്പോൾ നമ്മളെടുത്ത തീരുമാനം ഗാന്ധിയൻ ആദർശങ്ങളുമായി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മതനിരപേക്ഷ മുന്നണിയും നമുക്ക് ശക്തിയില്ലാത്തടത്ത് കോൺഗ്രസിനെ സഹായിക്കുക എന്ന നയവുമാണ്. ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡ് ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ഗാന്ധിയെ പരിചയപ്പെടുത്തി അഹിംസാ ദിനാഘോഷം. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ഗാന്ധിയെ പരിചയപ്പെടുക എന്ന സെമിനാറാണ് കുട്ടികൾക്ക് കൗതുകം ജനിപ്പിക്കുന്ന വേറിട്ട അനുഭവമായത്. ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ഗാന്ധി ചിത്രങ്ങൾ കാണിച്ച് ഗാന്ധിജിയുടെ സമര രീതികളെയും അഹിംസാ മാർഗങ്ങളെയും പഠിപ്പിച്ചുകൊണ്ട് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകനും മേജറുമായ PJ സ്റ്റൈജു രംഗത്തെത്തിയത്. പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ സമര രീതികളെക്കുറിച്ചും ഗാന്ധിക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യവും ഇന്ത്യൻ കറൻസിയിലെ ഗാന്ധിയൻ ചിത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉദാഹരണ സഹിതം മാസ്റ്റർ ക്ലാസ് എടുത്തു. മോണിക്ക തോമസ് അഹിംസാ ദിന സന്ദേശം നൽകി. സെമിനാറിൽ അധ്യാപകരായ ഷിബി ആന്റണി, ജസ്മി CA, അനീറ്റ, റാണി എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിന് ശേഷം നടന്ന ക്വിസ് മത്സരത്തിൽ വിജയിച്ച ബദ്രിനാഥിന് പ്രധാനാധ്യാപിക ഗാന്ധിയുടെ ചിത്രമുള്ള 20 രൂപയുടെ നോട്ട് ഉപഹാരമായി സമ്മാനിച്ചു. അഹിംസാ ദിന പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് വിദ്യാർത്ഥികളായ സായി കൃഷ്ണ, ആദിൽ, ഡാർവിൻ, നോബിൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി. ബാപ്പുജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാഷ്ട്രപിതാവിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പുഷ്പദളങ്ങൾ സമർപ്പിച്ചു. ഇതേസമയം ഗാന്ധി സൂക്തങ്ങളുടെ ആലാപനവും ഉണ്ടായിരുന്നു. വിദ്യാലയത്തിലെ ഗാന്ധിയൻ പഠന വിഭാഗം വിദ്യാർത്ഥികളാണ് ദിനാചരണത്തിന് നേതൃത്വം നൽകിയത്. പ്രിൻസിപ്പൽ ബാബു KF, അധ്യാപികമാരായ സെൽഡ, ശാലിനി, ഷീന PV എന്നിവർ മാർഗനിർദ്ദേശം നൽകി. പുത്തൂർ പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുതിയ തൊഴിൽ സംരംഭങ്ങൾ, ലിംഗസമത്വം, തുല്യനീതി, ദാരിദ്ര്യമുക്തമായ നാട്, ശുദ്ധജല സംരക്ഷണം, മാലിന്യമുക്ത നാട്,
പൊതുവിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് സെമിനാർ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, പഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ T ജോൺ, സോമൻ കാര്യാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ചർച്ചയും ഉണ്ടായിരുന്നു. ജനുവരി മാസം 31-നകം പദ്ധതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ചയിൽ ജില്ലാ ആസൂത്രണ സമിതിക്ക് പദ്ധതി സമർപ്പിക്കണമെന്നാണ് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുള്ള മാർഗനിർദ്ദേശം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇവിടെ എനിക്ക് മുന്നിലിരിക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന പുത്തൂർ പഞ്ചായത്തിൻ്റെ വികസന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന ഈ വേദി നമുക്ക് ഏറെ പരിചിതമാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിനകത്ത് 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു സംസ്ഥാനത്തിന് അതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 40% പദ്ധതി വിഹിതം സമ്പത്ത് കൈമാറിക്കൊണ്ട് അധികാരം വികേന്ദ്രീകരിച്ചുകൊണ്ട് 96-ൽ ജനകീയ ആസൂത്രണം പുത്തൻ വികസന മാതൃകകൾ സൃഷ്ടിച്ച് ഏറ്റവും ജനകീയവും സുതാര്യവുമായി ഏറ്റവും എളുപ്പത്തിൽ നിർവഹണം നടത്തി മാതൃകാപരമായ പദ്ധതികൾ, വികസന സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിജിയെ തമസ്കരിക്കുകയും ഗോഡ്സെയെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന ശക്തികളുടെ വളർച്ച നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര ഭൂമികയിൽ അന്ധകാരത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചികയാണെന്നും അതിനെതിരെ രാജ്യസ്നേഹികൾ ജാഗ്രത പാലിക്കണമെന്നും മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി PM ഹബീബുള്ള അഭിപ്രായപ്പെട്ടു. മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റി മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. മാർട്ടിൻ പെരേക്കാടൻ, K ഗോവിന്ദൻ, ജോസ് ചെമ്പിശ്ശേരി, സരസ്വതി വലപ്പാട്, ജോൺ കുട്ടി ചുങ്കത്ത് തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ചു. സജീവൻ നടത്തറ, ജോസ് കൊച്ചേക്കാടൻ, CD ഫ്രാൻസിസ്, A മോഹൻദാസ്, TT ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മജി രക്തസാക്ഷിത്വ ചടങ്ങ് ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റിയുടെ മറവിൽ സൈബർ തട്ടിപ്പ്. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ 70 വയസ്സുള്ള അബ്ദുറഹിമാന്റെ പരാതിയിൽ 22 ലക്ഷത്തോളം രൂപ തട്ടിച്ചതിന് കോഴിക്കോട് ആവാല സ്വദേശിയായ മന്നമാൾ വീട്ടിൽ മൊയ്നുമകൻ ലത്തീഫ് എന്നയാളെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി നദീറ ഷാൻ എന്ന പ്രവാസിയായ യുവതിയാണെന്നും നിരന്തരമായി ഫേസ്ബുക്കിലൂടെ സന്ദേശങ്ങൾ കൈമാറി അബ്ദുറഹിമാനെ വിശ്വാസത്തിലെടുത്ത് അബ്ദുൾ റഹ്മാന്റെ ചാരിറ്റി പ്രവർത്തനത്തിനുള്ള താൽപ്പര്യം മനസ്സിലാക്കി തന്റെ 11 വയസ്സുള്ള മകൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നും ഗൾഫിലെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും 20 ലക്ഷം രൂപയോളം ഇപ്പോൾ തന്നെ ചിലവായിട്ടുണ്ടെന്നും മകളെ രക്ഷിക്കുന്നതിനായി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. അബ്ദുൾ റഹ്മാൻ 15 ലക്ഷത്തോളം രൂപ പലതവണയായി ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തു നൽകി. തുടർന്ന് അബ്ദുൾ റഹ്മാൻ തന്റെ കെണിയിൽ വീണെന്ന് മനസ്സിലാക്കിയ പ്രതി നദീറ ഷാന്റെ അനുജത്തിയുടെ ഭർത്താവായ ലത്തീഫാണെന്നും പരിചയപ്പെടുത്തുകയും ലത്തീഫിന് ക്യാൻസർ ആണെന്നും കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറഞ്ഞ് 8 ലക്ഷത്തോളം രൂപ വിവിധ തവണകളിലായി വാങ്ങി. പിന്നീട് അബ്ദുറഹ്മാന്റെ ചാരിറ്റിയിലുള്ള താൽപ്പര്യം മനസ്സിലാക്കിയ പ്രതി പല സിം കാർഡുകൾ ഉപയോഗിച്ച് അബ്ദുറഹ്മാനെ വ്യാജ പേരുകളിൽ വിളിച്ച് വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തു. താൻ തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കിയ അബ്ദുറഹ്മാൻ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ ലത്തീഫ് ഫേസ്ബുക്കിൽ നിന്നും ലഭിച്ചിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളെടുത്ത് 8ഓളം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വരുന്നതാണെന്നും വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ പ്രൊഫൈലുകൾ നിരീക്ഷിച്ച് അവരുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിവരുന്നത്. പോലീസ് പരിശോധനയിൽ പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ 6ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും 10ലധികം സിം കാർഡുകൾ ഉണ്ടെന്നും കണ്ടെത്തി. പ്രതിക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അന്വേഷണം നടത്തിവരുന്ന സമാനമായ സൈബർ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന്
സൈബർ പോലീസ് പരിശോധിച്ചു വരികയാണ്. ലത്തീഫിന് കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ 2021 ഒരു അടിപിടി കേസും മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിൽ 2021 ഗവൺമെന്റ് സർവീസിന്റെ കൃത്യനിർവഹണത്തിലെ തടസ്സം വരുത്തിയ കേസും 2022 കളവ് കേസും തീവെപ്പ് കേസുമായി 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ സൂരജ്, ബെന്നി, അശോകൻ, ASI അനൂപ്, സച്ചിൻ, വിപിൻ എന്നിവരുമുണ്ടായിരുന്നു. ഭാഷ സംസ്കാരത്തിന്റെ കവാടമാണെന്ന് നജീബ് കാന്തപുരം MLA. എല്ലാ ഭാഷകളും ഓരോ സംസ്കാരങ്ങളുടെ കവാടങ്ങളാണെന്നും അറബി ഭാഷ അതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ CH അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറബി മറ്റു ഭാഷകളെപ്പോലെ ഒരു ഭാഷയാണ്. അത് മതത്തിന്റെ വേലിക്കെട്ടിൽ ഒതുക്കി നിർത്താനുള്ളതല്ല. അറബി ഭാഷയെ ഒരു മതത്തിന്റെ പേരിൽ ഒതുക്കുമ്പോൾ അത് അറബി അധ്യാപകരെയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ സമീപനത്തിന് മാറ്റം വരണം. ലോകത്ത് അറിയപ്പെട്ട അറബി ഭാഷാ സാഹിത്യങ്ങൾ ഭൂരിഭാഗവും ഇസ്ലാം മതത്തിന്റെ വരവിന് മുൻപുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. KAMA സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ അധ്യക്ഷനായി. മുൻ MLA VT ബൽറാം CH അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി EI സിറാജ് പ്രമേയ പ്രഭാഷണം നടത്തി. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ഭാഷാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും, വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണനും ഉദ്ഘാടനം ചെയ്തു. പുലരി ബാലസാഹിത്യ അവാർഡ് 2024 വിതരണവും റെഡ് ഫ്രൂട്ട് സ്റ്റെപ്സ് പുസ്തക പ്രകാശനവും ഫെബ്രുവരി 8 രാവിലെ 10 മണിക്ക് ജവഹർ ബാലഭവനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ KG വിശ്വനാഥൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ചെറുകഥ, കവിത, ചിത്രരചന മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ അവാർഡ് നേടിയവർക്ക് ഡോക്ടർ ശ്രീലത വർമ്മ, ഡോക്ടർ ബെന്നി ജേക്കബ്, പ്രദീപൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കവി ഡോക്ടർ രാവുണ്ണി, CK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും. V മുരളി, EM സതീശൻ, ഡോക്ടർ ഷീല വിശ്വനാഥ്, CR ദാസ്, E നാരായണി, താര അതിയടത്ത്, കോലഴി നാരായണൻ, KM വീണ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KG വിശ്വനാഥൻ, CR ദാസ് എന്നിവർ പങ്കെടുത്തു. മനോട്ടിച്ചാൽ AUP സ്കൂളിന്റെ 70ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടി ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാലയം എന്നത് ആ പ്രദേശത്തിന്റെ തന്നെ ഐശ്വര്യമാണെന്നും ഒരുപാട് പേർക്ക് അറിവിന്റെ വെളിച്ചം പകരാൻ വിദ്യാലയത്തിന് സാധിക്കുമെന്നും മികച്ച തലമുറയെ സമൂഹത്തെയും വാർത്തെടുക്കുവാൻ അധ്യാപകരും വിദ്യാലയവും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KR രവി പറഞ്ഞു. 70 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ബഹുഭൂരിപക്ഷവും ഞാൻ അധിവസിക്കുന്ന മേഖലയെ പോലെ തന്നെ കുടിയേറി പാർത്തിട്ടുള്ളവരാണ്. അത്തരമൊരു പ്രദേശത്ത് ജീവിക്കുന്നതിന് വേണ്ടി, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി മണ്ണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അധിവസിക്കുന്ന ഈ മലയോരത്തിൻ്റെ മടിത്തട്ടിൽ അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി സ്വകാര്യ മേഖലയിൽ ഒരു സ്കൂൾ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെ. അങ്ങനെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ സ്കൂളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളായി പോയിട്ടുള്ള ആളുകൾ, അവരൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത സ്ഥാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് 70 വർഷം പിന്നിടുമ്പോൾ ഉൾപ്പെടെ ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത അത്രയും ഉയരത്തിൽ മരോട്ടിച്ചാൽ AUP സ്കൂളിൻ്റെ പേരും പെരുമയും നാടിൻ്റെ 4 അതിരുകൾക്കപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമല്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല സ്കൂളുകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 100 തികഞ്ഞത്, 100നോട് അടുത്തുകൊണ്ടിരിക്കുന്നത്, 90 കഴിഞ്ഞത് തുടങ്ങി വിവിധ പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾ വലിയ തരത്തിലുള്ള മുന്നേറ്റം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടത്തി. 31 വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ലീന ടീച്ചറെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ മാനേജർ K ഗോപകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു,
ഒല്ലുകര പ്രോഗ്രാം ഓഫീസർ രമേശ് NK, മാനേജ്മെന്റ് പ്രതിനിധി K. വനജകുമാരി, ഫസ്റ്റ് അസിസ്റ്റന്റ് ഷാലി K. ഡേവിസ്, PTA പ്രസിഡന്റ് ഷിജു പാണ്ടാരി, MPTA പ്രസിഡന്റ് മെൽബിൻ സിജോ, സീന IS, സ്കൂൾ ലീഡർ അർച്ചന PS, കവിത VB തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി മാർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജി അനുസ്മരണ സമ്മേളനം നടന്നു. തൃശൂർ സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന സംഗമം മുൻ നിയമസഭാ സ്പീക്കറും കസ്തൂർബ ഗാന്ധി സ്മാരക ദേശീയ ട്രസ്റ്റിയുമായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സർവോദയ മണ്ഡലം നിവേദക് PS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. P. രാജേന്ദ്രൻ, മോഹൻ താഴ്ത്തുപുര, ഡോക്ടർ M. മനോഹരൻ, പ്രൊഫസർ VM മനോഹരൻ, ഔസേബ് കോടന്നൂർ, DS ജയരാജ്, ഡേവിസ് കണ്ണമ്പുഴ, ബാബു തോമസ്, സത്യൻ മൂത്തേടത്ത്, CBS മണി, നളിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കൂളിമുട്ടം ഭജനമഠം സ്വദേശികളായ ഇളയാരം പുരയ്ക്കൽ വീട്ടിൽ രാഹുൽ രാജ്, കുരുമ്പത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. രാഹുൽ രാജിന് 2019 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2021, 23, 24 എന്നീ വർഷങ്ങളിൽ 3 വധശ്രമ കേസുകളും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ
2022-24 വർഷങ്ങളിൽ 2 വധശ്രമ കേസും 2024 മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും 2017, 18, 19 വർഷങ്ങളിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ 8 അടിപിടി കേസും ഉൾപ്പെടെ 17ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മതിലകത്തെ വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. അഖിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2023-24 വർഷങ്ങളിൽ 3 വധശ്രമ കേസുകളും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2022 ഒരു വധശ്രമ കേസും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2011, 2023, 24 വർഷങ്ങളിൽ 3 അടിപിടി കേസും ഉൾപ്പെടെ 7ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ്. മതിലകത്തെ വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ രാഹുൽ രാജിനെ 1 വർഷത്തേക്കും അഖിലിനെ 6 മാസത്തേക്കും കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചു. പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി, ASIമാരായ വിൻസി, തോമസ്, സജീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന ചുമതല വഹിച്ചു. ITI സപ്ലിമെന്ററി പരീക്ഷ മാള കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITIയിൽ 2019-21 സെഷനിൽ പ്രവേശനം നേടിയ 2 വർഷ ട്രേഡുകളിലെ 2ാം വർഷ ട്രെയിനികൾക്കും 2020 മുതൽ 2023 കാലയളവിൽ പ്രവേശനം നേടിയ 1 വർഷ 1ാം വർഷ 2 വർഷ ട്രേഡുകളിലെ റെഗുലർ പരീക്ഷ എഴുതി തോറ്റ പ്രൈവറ്റ് ട്രെയിനികൾ ഉൾപ്പെടെ ട്രെയിനികൾക്കും സപ്ലിമെന്ററി പരീക്ഷയ്ക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 048028931227 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി കിങ്ങിണി ഷിജോ പിടിയിൽ. പിടികൂടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 50 ഗ്രാമോളം MDMA. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രികാല പെട്രോളിംഗിനിടയിൽ ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന 50 ഗ്രാമോളം മാരക രാസലഹരി വസ്തുവുമായി തൃശൂർ പീച്ചി ആശാരിക്കാട് ചേരുംകുഴി സ്വദേശിയായ തെക്കയിൽ വീട്ടിൽ ഷിജോ ജോസഫാണ് പിടിയിലായത്. കിങ്ങിണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇയാൾ കുപ്രസിദ്ധ ലഹരി കടത്തുകാരനാണ്. അടുത്തിടെ റൂറൽ ജില്ലയിൽ മയക്കുമരുന്നിന് അടിമകളായവർ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകൾ വർദ്ധിച്ചതോടെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ആവിഷ്കരിച്ച രാത്രികാല പരിശോധനയ്ക്കിടെയാണ് ആൾസഞ്ചാരം കുറഞ്ഞ നെല്ലായി മുരിയാട് റോഡിൽ നെല്ലായി വൃന്ദാവൻ സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പുലർച്ചെ 3:15 മണിയോടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷിജോയെ കണ്ട് പോലീസ് വാഹനം നിർത്തി ചോദ്യം ചെയ്തത്. ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ കൊടകര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് വരികയാണെന്നും മറ്റും പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ രാത്രികാല പെട്രോളിംഗ് ടീമുകളെ പരിശോധിക്കാൻ നിയുക്തനായിരുന്ന ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരീം വിശദമായ ദേഹപരിശോധന നടത്തിയാണ് ഭദ്രമായി പൊതിഞ്ഞ് വസ്ത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്ന രാസലഹരി മരുന്ന് കണ്ടെടുത്തത്. ഇയാളെയും തണ്ടേക്കാട് സ്വദേശി ബിലാൽ എന്ന് വിളിക്കുന്ന ബിനുവിനെയും ഉണക്കമീൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിറ്റതിന് പാലക്കാട്ട് താഴത്തു നിന്നും പെരുമ്പാവൂർ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നും 16 കിലോ കഞ്ചാവും മുൻപ് പിടിച്ചെടുത്തിരുന്നു. കൂടാതെ അതേ കാലയളവിൽ തന്നെ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുത്തൻചിറയിലെ വാടക വീടിന് പുറകിൽ കുഴിച്ചിട്ട നിലയിൽ 30 കിലോയോളം കഞ്ചാവ് മാള പോലീസ് പിടികൂടിയിരുന്നു. തൃശൂർ സിറ്റിയിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും നെടുപുഴയിലും വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും സമാനമായ കേസുകൾ ഉള്ള ഷിജോ പീച്ചി പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. 2019 ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊമ്പിടിയിൽ സ്ഥിതി ചെയ്യുന്ന SBI ATMൽ മുഖംമൂടി ധരിച്ചെത്തി കുത്തിപ്പൊളിച്ച് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. മയക്കുമരുന്ന് കണ്ടെടുത്ത സംഘത്തിൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ ES സുരേഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റജി, ബിനു MJ, ഷിജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ലാലു പ്രസാദ്, കൊടകര സ്റ്റേഷനിലെ അഡീഷണൽ SI ദിലീപ്, ഷീബ അശോകൻ, അനിത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TS സഹദ്, ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ AK രാഹുൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ഷിജോ താൻ സുഹൃത്തിനെ കാണാനാണ് ആ സമയത്ത് അവിടെ വന്നതെന്നും നെല്ലായിൽ ബസ് ഇറങ്ങി സുഹൃത്തിന്റെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നുവെന്നും ബാംഗ്ലൂരിലെ ചിക്പേട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളിൽ നിന്നും 1 ലക്ഷം രൂപയോളം നൽകിയാണ് ലഹരി വസ്തു വാങ്ങിയതെന്നും പറഞ്ഞതിനാൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് അറിയിച്ചു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനിയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊടുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും ഭക്ഷ്യക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹംസ A. അലി മുഖ്യാതിഥിയായ പരിപാടിയിൽ പള്ളി വികാരി ഫാദർ ജോജു പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ PS സജിത്, നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, TK ശ്രീനിവാസൻ, TC ജിനോ, മെഡിക്കൽ ഓഫീസർ PK രഞ്ജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ രോഗി ബന്ധു സംഗമവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആധുനിക കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന രോഗങ്ങൾ ബാധിച്ച് കട്ടിലിൽ സ്ഥിരമായി കിടക്കാനും കഴിയില്ല, അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനും കഴിയാത്ത രോഗികളായിട്ടുള്ള ആളുകൾ, വിവിധ അപകടങ്ങൾ സംഭവിച്ച് രോഗി അല്ലെങ്കിൽ കൂടി രോഗാശയെ അവലംബിക്കേണ്ടി വരുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. പിന്നെ ഒരിക്കലും തന്റെ ജീവിതത്തിൽ വരെ തന്നെ വിട്ടുമാറില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എനിക്കും കടന്നു വരാൻ കഴിയുമെന്ന പ്രത്യാശയോടുകൂടി, അല്ലെങ്കിൽ ആ പ്രത്യാശ അവർക്ക് പകർന്നു നൽകിക്കൊണ്ടവരെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം രോഗികൾ അടങ്ങുന്നതാണ് പാലിയേറ്റീവ് രോഗികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഡോക്ടർക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കിടപ്പ് രോഗികളായിട്ടുള്ള ഏതാണ്ട് 7000-ന് മേൽ 8000-നിടയിൽ രോഗികൾ ഉണ്ട് എന്നതാണ് കണക്ക്. Why
സൈലം തൃശൂർ ക്യാമ്പസിൽ സ്റ്റേറ്റ് CBSE സിലബസ് 11-12 ക്ലാസുകളിലെ കുട്ടികൾക്ക് ഫെബ്രുവരി 1, 2, 8, 9 തീയതികളിൽ ഫ്രീ റിവിഷൻ പ്രോഗ്രാം നടത്തുന്നു. തൃശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിന് സമീപം റിവിഷൻ മെറ്റീരിയൽസ്, സ്മാർട്ട് ക്ലാസ് റൂം, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എന്നിവയിൽ ഫ്രീ റിവിഷൻ പ്രോഗ്രാം നടത്തുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7736488894 7736399930. KSKTU നടത്തറ ഈസ്റ്റ് മേഖലാ കൺവെൻഷൻ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. മൂർക്കിനിക്കര തിരുമാനാങ്കുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജയ അജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്മിത സത്യദേവൻ, ബിന്ദു സുരേഷ്, ER രാജൻ, ശ്രീവിദ്യ രാജേഷ്, S ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് PR രജിത്, TD രാമദാസ്, ബേബി മോഹനൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാമെന്ന് AYF രക്തസാക്ഷി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P ബാലചന്ദ്രൻ MLA. ചാരിറ്റിയുടെ മറവിൽ 22 ലക്ഷം രൂപ തട്ടിച്ച കോഴിക്കോട് സ്വദേശി ലത്തീഫിനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് പിടികൂടി. മരോട്ടിച്ചാൽ AUP സ്കൂൾ 70ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരിയുമായി കിങ്ങിണി ഷിജോ പിടിയിലായി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.